രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കുള്ള ഒരു ചെറിയ കട. അവിടെ ലൈലയുടെ വാപ്പ ഇഫ്താറിനായി രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലൈല എല്ലായ്പ്പോഴും വാപ്പാന്റെ കടയിൽ നിന്ന് ഒരു പെട്ടി മധുരപലഹാരങ്ങൾ വാങ്ങിയേ വീട്ടിലേക്ക് പോകൂ. ഒരു വൈകുന്നേരം ലൈല തന്റെ മധുരപലഹാരങ്ങളുമായി വീട്ടിലേക്ക് നടക്കുമ്പോൾ വിശന്നും ക്ഷീണിതയുമായി നടപ്പാതയിൽ ഇരിക്കുന്ന ഒരു വൃദ്ധയെ അവൾ കണ്ടു. ലൈല വൃദ്ധയ്ക്ക് തന്റെ മധുരപലഹാര പെട്ടി നൽകി, "ഇതാ, ഈ ഭക്ഷണം കഴിക്കൂ" എന്ന് പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ അവൾ ഭക്ഷണം വാങ്ങി ലൈല വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. അടുത്ത ദിവസം ലൈല വൃദ്ധയെ വീണ്ടും കാണുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഇത് ലൈലയുടെ ഒരു ദിനചര്യയായി മാറി. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ലൈലയുടെ പ്രവൃത്തി അവളുടെ വാപ്പ ശ്രദ്ധിച്ചു. അദ്ദേഹം അവളോട് ചോദിച്ചു, "ലൈല, നീ എപ്പോഴും ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്?" ലൈല മറുപടി പറഞ്ഞു, "അവർ എന്റെ സുഹൃത്താണ്. ഇഫ്താറിന് അവർക്ക് ഭക്ഷണമില്ല, അതിനാൽ ഞാൻ അവരെ സഹായിക്കുന്നു." പിറ്റേന്ന് ലൈല ഇഫ്താർ മധുരപലഹാരങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ അവളുടെ വാപ്പ 2 പെട്ടികൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, "ഒരെണ്ണം നിന്റെ സുഹൃത്തിന് കൊടുക്കൂ." ലൈല 2 പെട്ടികളും ആ വൃദ്ധയായ സ്ത്രീക്ക് സമ്മാനിച്ചു. അവർ ഒരുപാട് സന്തോഷത്തോടെ അവളോട് നന്ദി പറഞ്ഞു. ഇത് അറിഞ്ഞ അവളുടെ വാപ്പ ചോദിച്ചു, "ലൈല, നിനക്കായി കുറച്ച് കരുതി വയ്ക്കാതെ എന്തിനാണ് മുഴുവനായി നൽകുന്നത്?" ലൈല പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ബാബ്, എനിക്ക് ഒരാളുടെ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയുമ്പോൾ എന്റെ വയറും നിറഞ്ഞതായി തോന്നുന്നു." ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ ജനിച്ച ഒരു നന്മ ഒരു വലിയ പാഠമായി മാറി. ലൈലയും അച്ഛനും ആ കടയിൽ നിന്ന് കൂടുതൽ ഭക്ഷണം പായ്ക്ക് ചെയ്തു ഇല്ലാത്തവർക്ക് കൊടുക്കാൻ തുടങ്ങി. നമ്മെക്കൊണ്ട് ലോകം മാറ്റാൻ കഴിയില്ല, പക്ഷേ ഒരു ചെറിയ സ്നേഹപ്രവൃത്തി കൊണ്ട് ഒരാളുടെ ലോകം മാറ്റാം. നന്മ വിതറൂ, അത് നമുക്ക് തിരികെ ലഭിക്കും.